ശ്രേയസ് ഡെന്നി, നമ്മൾ പറഞ്ഞതുപോലെ തഹാവൂർ റാണയെ ഭാരതത്തിലെത്തിക്കുക എന്നുള്ളത് അഭിമാനകരമായ നേട്ടം, ഏറെ ശ്രമകരമായ ദൗത്യവും തന്നെയായിരുന്നു. അതോടൊപ്പം ആഗോളതലത്തിൽ അല്ലെങ്കിൽ ആഗോള ലോകങ്ങളിൽ നിന്നുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു പിന്തുണ ഇക്കാര്യത്തിൽ ഭാരതത്തിന് എത്രത്തോളം തുണയായി എന്നും കരുതേണ്ടിയിരിക്കുന്നു. കാരണം US, ഫ്രാൻസ്, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള വളരെ ശക്തമായ ബന്ധം, സുരക്ഷാ സംവിധാനങ്ങളിലടക്കം ഉള്ള ആ ബന്ധം നിലനിർത്തുന്നത്, ഇതൊക്കെ ആഗോളതലത്തിൽ കൂടി തുണയായി എന്ന് കരുതേണ്ടതല്ലേ? ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്ന മുമ്പ് എന്റെ പ്രിയ സുഹൃത്തായ ശ്രീ സേനാപതി അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞ അതിന്റെ ജസ്റ്റ് ഒരു കുറച്ചൊരു എക്സ്പ്ലനേഷൻ അദ്ദേഹം പറഞ്ഞ ധാരണക്കാര്യമായിട്ട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ ഒരു മറ്റൊരു അഭിപ്രായം അല്ലെങ്കിൽ മറ്റൊരു കാഴ്ചപ്പാട് അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അദ്ദേഹം സർജിക്കൽ സ്ട്രൈക്സിനെ കുറിച്ച് പറഞ്ഞു, വളരെ ശരിയാണ്. ഇന്ത്യൻ ആർമിയിൽ മുമ്പും സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ടുണ്ട്. നരേന്ദ്രമോദിജി വന്നു കഴിഞ്ഞിട്ടും സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഓണർഷിപ്പാണ്. അതായത് ഈ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയുക എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അതായത് നമ്മളൊരു സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആർമി തന്നെ ചെയ്യുകയാണെങ്കിൽ അത് ആർമിയുടെ ലെവലിൽ തന്നെ വിടാം. പക്ഷെ അത് ഞങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് പൊളിറ്റിക്കൽ ഓണർഷിപ്പ് എടുക്കുകയാണ്. ഈ പൊളിറ്റിക്കൽ ഓണർഷിപ്പ് അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എടുക്കുന്നതിന്റെ ഒരു കുഴപ്പം അല്ലെങ്കിൽ അതിന്റെ ഒരു റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ അഥവാ സക്സസ്ഫുൾ അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് വരും. കാരണം നമുക്കറിയാം, പുൽവാമ അറ്റാക്ക് നടന്ന സമയത്ത് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്ത ബാലക്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് 10-12 എയർക്രാഫ്റ്റ് ആണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. ഈ എയർക്രാഫ്റ്റിൽ നിന്ന് ഒരെണ്ണം ക്രാഷ് ആവുകയും വിംഗ് കമാൻഡർ അഭിനന്ദൻ അവിടെ ക്യാപ്ചർ ആവുകയും ചെയ്യും. അതിന്റെ ഫുൾ ഓണർഷിപ്പ് അന്ന് വന്നത് ആ പൊളിറ്റിക്കൽ ഓണർഷിപ്പ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ മോദി അവരുടെ റെസ്പോൺസിബിലിറ്റി അവിടെയാണ് വരുന്നത്. അവിടാണ് നേരത്തെ ഉള്ളത്. പണ്ട് നമ്മളൊക്കെ പല സർജിക്കൽ സ്ട്രൈക്സിലൊക്കെ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ധാരാളം കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ഓണർഷിപ്പ് ഒരിക്കലും പൊളിറ്റിക്കൽ ക്ലാസ്സിൽ പോയിട്ടില്ല. അതെല്ലാം എന്റെ കമാൻഡിംഗ് ഓഫീസറോ അല്ലെങ്കിൽ എന്റെ ഡിവിഷൻ കമാൻഡർ ലെവലിൽ മാത്രമേ നിന്നിട്ടുള്ളൂ. അത് ആരും അറിയാത്ത പോലുമില്ല. വീട്ടുകാർ പോലും ചിലപ്പം അറിയത്തില്ല നമ്മളിങ്ങനെ ഓപ്പറേഷനിൽ പോകുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പം ഇതാണ് വ്യത്യാസം. അപ്പൊ ഈ സർജിക്കൽ സ്ട്രൈക്ക് മുമ്പ് നടന്നിട്ടുണ്ട്, സർജിക്കൽ സ്ട്രൈക്ക് പിന്നെ നടന്നിട്ടുണ്ട്. പക്ഷേ സർജിക്കൽ സ്ട്രൈക്കിന്റെ ഓണർഷിപ്പ്, പൊളിറ്റിക്കൽ ഓണർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വലിയൊരു പൊളിറ്റിക്കൽ റിസ്ക് ഉണ്ട്. അതാണ് വ്യത്യാസം. രണ്ടാമതായിട്ടുള്ളത് മൈൻഡ് സെറ്റിന്റെ ആണ്. ഇപ്പൊ മൈൻഡ് സെറ്റിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എങ്ങനെയാണ് ചിന്താ ഈ രീതി എന്നല്ല. അവിടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഒരു എക്സ്ട്രഡിഷൻസിലും ആ മൈൻഡ് സെറ്റിന്റെ ആണ് കാണിക്കുന്നത്. എന്താണ് മൈൻഡ് സെറ്റ് എന്ന് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ, ഈ 2008 ഈ മുംബൈ അറ്റാക്ക് നടന്ന കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി നടന്ന സംഭവം പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്തില്ല. അതിന് അന്നത്തെ NSA പറഞ്ഞത്, ഞങ്ങൾ ഇരുന്നു, ഞങ്ങൾ ചർച്ച ചെയ്തു, എന്നിട്ട് ഞങ്ങൾ തീരുമാനിച്ചു നമ്മളൊന്നും ചെയ്യേണ്ട. കാരണം നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ എന്തെങ്കിലും അത് വലിയ ദോഷം വരും, അല്ലെങ്കിൽ നമുക്ക് വലുതായിട്ട് നമുക്കൊരു നഷ്ടം വരും. ചെയ്യാതിരിക്കുന്നതാണ് നമുക്ക് നഷ്ടം വരാതെ ഇരിക്കുന്നതിനുള്ള രീതിയിലേക്കുള്ള ഒരു ഡിസ്കഷനാണ് നടന്നത്. ഇത് കഴിഞ്ഞ വർഷം എനിക്കൊന്ന് ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ പോലും ഇതേ കാര്യം കോട്ട് ചെയ്തിരുന്നു. ഇത് അന്നത്തെ NSA ഏതോ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇനി കോൺഗ്രസിൽ തന്നെ ഒരു നേതാവ് മനീഷ് തിവാരി, അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 10 ഫ്ലാഷ് പോയിന്റ്സ് 20 years എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രാറ്റജിക്, അതായത് ഇൻസിഡൻസിനെ കുറിച്ചുള്ള ഒരു ബുക്കാണ്. ആ ബുക്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ അഭിപ്രായമാണിത്, അതായത് 2008 ഈ ഒരു മുംബൈ അറ്റാക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട രീതിയിലുള്ള ശക്തമായ മറുപടി കൊടുത്തില്ല എന്ന് മനീഷ് തിവാരി, വളരെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. പക്ഷെ ആ പുസ്തകത്തിൽ അദ്ദേഹം 2021 ഡിസംബറിലാണ് അത് പബ്ലിഷ് ചെയ്ത ആ ബുക്കിലും അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ പറയുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ ചെയ്ത് കാണിക്കുമ്പോഴാണ് ലോകം നമ്മളെ അംഗീകരിക്കും, നമുക്ക് റെസ്പെക്ട് കിട്ടുന്നത്. ഇത്രയും വലിയൊരു അറ്റാക്ക് നടന്നിട്ട് നമ്മൾ ഒന്നും ചെയ്തില്ല, നമ്മൾ പറയുക മാത്രമായിരുന്നു ചെയ്ത് എന്നുള്ളത് മനീഷ് തിവാരിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു ഡിഫെൻസീവ് മൈൻഡ് സെറ്റിനാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ NSA ശ്രീ അജിത് ഡോവൽ, അദ്ദേഹം NSA ആവുന്നതിന് മുൻപ് തന്നെ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഒരു സെമിനാറിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, യു ഡു വൺ മുംബൈ, ബലൂചിസ്ഥാൻ ഇസ് ഗോൺ ഫോർ എവർ എന്നുള്ളൊരു ഒരു മെസ്സേജ് ആയിരുന്നു അന്ന് പാകിസ്ഥാനിന് വേണ്ടി അദ്ദേഹം പറഞ്ഞു. അതായത് ഒഫൻസീവ് ഡിഫൻസിന്റെ കോൺസെപ്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങൾ ഒരു മുംബൈനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബലൂചിസ്ഥാൻ എന്നേക്കുമായി ഇല്ലാതാക്കും എന്നുള്ളൊരു മെസ്സേജ് പാകിസ്ഥാന് കിട്ടണം. അതാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, ഒഫൻസീവ് ഡിഫൻസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. ഈ ഒഫൻസീവ് ഡിഫൻസിന്റെ കോൺസെപ്റ്റ് ആയിട്ട് തന്നെയാണ് പുൽവാമ അറ്റാക്ക് കഴിഞ്ഞപ്പോൾ ബാലക്കോട്ടിൽ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഉരി അറ്റാക്ക് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തത്.
അപ്പൊ ഇതേ മൈൻഡ് സെറ്റ് കൊണ്ടാണ് ഇന്ന് ഈ തവൂർ റാണെ നമ്മൾ അവിടുന്ന് എക്സ്ട്രഡീഷൻ ചെയ്യാൻ സാധിക്കുന്നത്. നേരത്തെ ഡോക്ടർ മോഹൻ സർ പറഞ്ഞ പോലെ ഇത് രണ്ട് രാജ്യങ്ങളിലും പൊളിറ്റിക്കൽ ഇച്ഛാശക്തി ഉണ്ടായിട്ട് മാത്രമാണ്. ഡൊണാൾഡ് ട്രംപ് എന്നുള്ള പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ ഒരു ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ പ്രൈം മിനിസ്റ്റർ മോദിക്കും അതേ രീതിയിൽ അതായത് ഇത് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഇച്ഛാശക്തി ഉണ്ടായത് മാത്രമാണ്. ആ ഒഫൻസീവ് മൈൻഡാണ്. നമുക്ക് പറയാം, ഓക്കെ, ഇത് ഇത്രയും വർഷമായില്ലേ, അതിന്റെ ഈ ലീഗൽ ആയിട്ടുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാം. പക്ഷെ അതിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് പ്രസിഡന്റിനെ കൊണ്ട് ഒപ്പുവെപ്പിച്ച് അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് പറഞ്ഞാൽ അതാണ് ആ ഒഫൻസീവ് മൈൻഡ് സെറ്റിന്റെ ഞാൻ ആ ഒരു ചേഞ്ച് ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇനി അങ്ങയുടെ ചോദ്യത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കത്തില്ല. ഇപ്പൊ ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ ഏതൊരു ഭീകരവാദി ഒരു രാജ്യം മാത്രമല്ല ആ ഭീകരവാദിയെ കുറിച്ച് നിരീക്ഷിക്കുന്നതും ആ ഭീകരവാദി ആ ഓർഗനൈസേഷനെ കുറിച്ച് നിരീക്ഷിക്കുന്നതും അല്ലെങ്കിൽ ഇന്റലിജൻസ് ഷെയർ ചെയ്യുന്നത്. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ചാണ് ഇപ്പം അന്താരാഷ്ട്ര ഭീകരവാദത്തിനെ കുറിച്ച് ഈ ഒരു കാര്യങ്ങളിൽ ഇടപെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിലും തീർച്ചയായിട്ടും ഭാരതത്തെ സംബന്ധിച്ചോളം ഇസ്രായേലിലായാലും ശരി, ഫ്രാൻസ് ആയാലും ശരി, ഓസ്ട്രേലിയ ആയാലും ശരി, മറ്റു രാജ്യങ്ങളായാലും ശരി, അവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ട്. കാരണം ഇന്ന് ലോകത്ത് ഒരു രാജ്യം പോലും, ഇൻക്ലൂഡിങ് സൗദി അറേബ്യ, UAE പോലത്തെ രാജ്യങ്ങളിൽ പോലും ഭീകരവാദത്തിന് അല്ലെങ്കിൽ ഇതുപോലത്തെ ചിന്താ രീതിക്ക് ഒരു രീതിയിലുള്ള സപ്പോർട്ടും അവർ കൊടുക്കുന്നില്ല. കാരണം അവർ അനുഭവിച്ചിട്ടുള്ളതാണ് ഇങ്ങനത്തെ ഈ ചിന്താ രീതികൾ, ഇങ്ങനത്തെ ഉള്ള ഈ പ്രവൃത്തികൾ അവരുടെ രാജ്യത്തും വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ടെറർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ടെറർ റിലേറ്റഡ് ഇഷ്യൂസിൽ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് വരും. അതുകൊണ്ടാണ് ഇന്ന് പാകിസ്ഥാനിന് FATF അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്നുള്ള ആ ഓർഗനൈസേഷൻ ഇത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുകയും പാകിസ്ഥാന് നിന്ന്, അതായത് ഒരു കാരണവശാലും അവർക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കാത്ത രീതിയിലേക്ക് അവർക്ക് ഈ ടെറർ റിലേറ്റഡ് അവർക്ക് കുറച്ചു കൊണ്ടുവരാനുള്ള ശ്രമമെങ്കിലും നടക്കാൻ സാധിക്കും. പക്ഷെ ഇപ്പൊ അവരുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. അവർ വിചാരിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അത്രമാത്രം അവരിന്ന് കൈവിട്ട് പോയിട്ടുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ലോകരാജ്യങ്ങളിൽ ഭാരതത്തിൽ നിന്ന് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഈ ഭീകരവാദത്തിനായിട്ടുള്ള എല്ലാ വിഷയത്തിലും ഭാരതത്തിന് കംപ്ലീറ്റ് സപ്പോർട്ട് ഉണ്ട്. അതിന്റെ രണ്ട് കാരണമാണ്. ഒന്ന്, ഭാരതം ഈ ഭീകരവാദത്തിന്റെ വലിയൊരു വിക്ടിമാണ്. എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു ഭീകരവാദത്തിന് നമുക്ക് വലിയ വില കൊടുത്തിട്ടുണ്ട്. അത് ലോകം കണ്ടിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഇന്ന് ഭാരതം ഒരു ശക്തിശാലിയായിട്ടുള്ള രാജ്യമാണ്. ഭാരതം പറയുന്നതിന് വാക്കിനും ഭാരതം പറയുന്ന പ്രവൃത്തിക്കും ഒരു വിലയുണ്ട്. ആ വില പ്രൈം മിനിസ്റ്റർ മോദി പല രീതിയിലും പല സ്ഥലങ്ങളിൽ വെച്ച് അത് പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ആളുകൾ വിശ്വസിക്കുന്നുണ്ട്, ലോക രാജ്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമുക്ക് ഇതെല്ലാ രാജ്യങ്ങളിൽ നിന്നും ഒരു സപ്പോർട്ടും ഇന്ന് നമുക്ക് ലഭിക്കുന്നത്. അതെ.